ഗ്രീഷ്മകാല സമാധി. ഗ്രീഷ്മകാലമെന്നാൽ എല്ലാത്തിനും നല്ല കാലം. സമാധി എന്നാൽ സമയത്തിനതീതമായി ആദിവ്യാധികളിൽ നിന്നും ലോകജനതയെ രക്ഷിക്കാൻ വേണ്ടി ഗുരുവര്യന്മാർ ആചരിച്ചിരുന്ന ലൗകിക സുഖങ്ങളും ബന്ധങ്ങളും കടപ്പാടുകളും മറന്ന് മറ്റൊരു ജനതയെ നന്നാക്കാൻ വേണ്ടി മാത്രം വേഷം കെട്ടുന്നവർ, അവർ കാഷായധാരികൾ എന്നും സത്യത്തിൻ്റെ കാവൽഭടന്മാർ. ഇന്നോ ആധുനിക കാഷായധാരികൾ വെറും ചൈതന്യവും സമാധിയും എന്ന് പറഞ്ഞ് ജനത്തെ പറ്റിക്കുന്നു. ഉണ്ടായിരുന്നു നാരായണ ഗുരുവും നിത്യചൈതന്യാദിയും ശങ്കരാചാര്യരും. അവർ ജനത്തിനു വേണ്ടി ജീവിച്ചു മരിച്ചു, അല്ലെങ്കിൽ സമാധിയായി. ഗുരുവിനെ മറക്കില്ല, ശങ്കരാചാര്യരെ മറക്കില്ല. അവരുടെ ലൗകിക സുഖങ്ങളും ജീവിതങ്ങളും എല്ലാം ത്യജിച്ച് മറ്റൊരു ജനതയ്ക്കു വേണ്ടി ജീവിച്ച മഹാനുഭാവന്മാർ. ഇന്നോ കള്ളക്കഥകൾ ഒളിക്കാനും മറയ്ക്കാനും സമാധി തേടുന്ന കശ്മലന്മാർ. കാഷായത്തിലും കഷായത്തിലും കള്ളം മറയ്ക്കുന്ന കലി തുള്ളുന്ന ഉപയോഗശൂന്യമായ കശ്മലന്മാരും. അതിനെ കാളകൂട വിഷമെന്നാണ് പറയേണ്ടത്. ഇതിനെ ഇല്ലാതാക്കാൻ ഒന്നിനെയും ഒളിപ്പിക്കാനും ഒളിപ്പിക്കാനും വേണ്ടി മാത്രം വേഷം കെട്ടുന്നു. വിഷം നിറഞ്ഞാടുന്നു. കഷായം കുടിപ്പിച്ചും സമാധിയിരുന്നും കാഷായം ധരിച്ചും മറ്റുള്ളവരെ പറ്റിച്ചു എല്ലാം ദൈവത്തിൻ്റെ മുന്നിൽ പ്രകടനം മാത്രം. നീതിയുടെ നല്ല കാലത്തിന് മുന്നിൽ എല്ലാവരും തലകുനിക്കേണ്ടി വരും. സ്വന്തം ലാഭത്തിന് വേണ്ടി കള്ളനും കൊള്ളക്കാരനും കൊള്ളക്കാരിയും കള്ളിയും കാപാലികയുമായി വേഷങ്ങൾ അണിയുന്നു. അറിയുക ഈ കപടവേഷധാരികളെ. കപട സ്നേഹം നടിക്കുന്ന പരമനാരികളെ. അല്ലെങ്കിൽ ഓർക്കുക, സത്യത്തിന് നിറമില്ല, ജാതിക്ക് സ്നേഹത്തിന് മഹാനുഭാവന്മാരുടെ മനസ്സു മാത്രം മതി. അവരുടെ സത്യമുണ്ട്. എല്ലാ കല്ലറകളും നീക്കി എല്ലാ കുപ്പിച്ചില്ലുകളും ഉടച്ച് കാഷായധാരികളെയും നീതിക്ക് മുമ്പിൽ കൊണ്ടുവരുക. ഭൂതത്തെപ്പോലെ നിധി കാക്കാൻ ഇവർക്കിനി കഴിയില്ല. സത്യം ജയിക്കട്ടെ. കഷായം തോൽക്കട്ടെ, കാഷായ കള്ളന്മാർ തോൽക്കട്ടെ. കഷായം നല്ലതാണ്, പക്ഷേ രണ്ടും ഉപയോഗിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് സത്യമെന്നും ജയിക്കട്ടെ. എന്നും സത്യമേവ ജയതേ.